അപാരം നന്ദി. ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിനും മാക്സിമം നമ്മുടെ വീഡിയോസ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിലും. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെപ്പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലെന്നും പറഞ്ഞ് വിഷമമായിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പോലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആയി കാണും. അപ്പോൾ എനിക്കിപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ YT സ്റ്റുഡിയോ ഒക്കെ ആയാലും ഇങ്ങനെ നോക്കി വന്നപ്പോൾ മിക്കവരും ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. എങ്കിൽ കൂടിയും ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഒട്ടുമിക്ക ആരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഈ റൂട്ട് പോയാൽ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കൂടും. പക്ഷേ ഈ ടോപ്പിക് ആരും പറഞ്ഞിട്ടില്ല. എങ്കിൽ ചൂടോട് തന്നെ പറഞ്ഞു കളയാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ നമുക്ക് കൂട്ടാം, സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കലി കൂടുമ്പോൾ നമ്മുടെ വാച്ച് അവർ ആയാലും ഷോർട്ട് ഫീഡൊക്കെ ആയാലും ഓട്ടോമാറ്റിക്കലി കൂടിക്കോളുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് കൂട്ടുന്നതെന്നുള്ള 2 ടിപ്സ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തോടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇപ്പോഴേ പറയുവാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. A to Z നിങ്ങൾ ഫുള്ളായിട്ട് കാണുമെങ്കിൽ മാത്രമേ ഞാനിത് ലൈവായിട്ട് കാണിച്ചു തരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഫുള്ളായിട്ട് കണ്ടു തീർക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ YT സ്റ്റുഡിയോ ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഡാഷ്ബോർഡാണ് കാണിക്കുന്നത്. ഡാഷ്ബോർഡ് കഴിഞ്ഞ് കണ്ടൻറ് ഉണ്ട്, പിന്നെ അനലറ്റിക്സ് ഉണ്ട്, പിന്നെ കമൻറ്റ്സ് ഉണ്ട്, പിന്നെ ഏണിങ്സ് ഉണ്ട്. നമ്മൾ ആരും ശ്രദ്ധിക്കാണ്ട് പോയ ഒരു സെക്ഷനാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, കമൻറ്റ് സെക്ഷനാണ്. അത് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുവരെ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും കമൻറ്റാണിതാ ഇവിടെയൊക്കെ വന്ന് കിടക്കുന്നത്. നിങ്ങളുടെ YT സ്റ്റുഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നമുക്ക് ആരൊക്കെ ഇതുവരെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ യൂട്യൂബർ ആണെങ്കിലും ചെറിയ യൂട്യൂബർ ആണെങ്കിലും ന്യൂ ബിഗിനേഴ്സ് ആണെങ്കിലും ആരൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ കമൻറ്റ് സെക്ഷൻ ഈ കാറ്റഗറിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മുകളിലായിട്ട് റിട്ടേണിംഗ് വ്യൂസിൻ്റെ താഴെ വ്യൂ ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അറ്റത്തായിട്ട് റൈറ്റ് സൈഡിലെ ഏറ്റവും അറ്റത്തായിട്ട് സബ്സ്ക്രൈബർ കൗണ്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രൈബർ കൗണ്ട് എന്നും പറഞ്ഞ് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരതിശയമായിട്ട് തോന്നുന്നുണ്ടോ? കാരണം നമുക്ക് ഇവിടെയും സബ്സ്ക്രൈബേഴ്സ് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സബ് കൗണ്ട് 100 ആണ്. പിന്നെ സബ് കൗണ്ട് 1K വരും, സബ് കൗണ്ട് 10K വരും, സബ് കൗണ്ട് 100K വരും, സബ് കൗണ്ട് 1M വരും, ലാസ്റ്റ് സബ് കൗണ്ട് 10M വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം സബ് കൗണ്ട് 100 എടുക്കുകയാണെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആരൊക്കെയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നമുക്ക് കമൻറ്റ് ഇട്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും പേരാണ് 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ എനിക്ക് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം 1Kയുടെ എടുത്ത് നോക്കാം. 1Kയുടെയും ഇത്രയും പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 10K എടുത്ത് നോക്കാം. 10Kയും എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉള്ളത് ആരുടെയാണ് അവരുടെ കമൻറ്റ് എടുത്ത് നോക്കുക. എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ വൈറലായിരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മളും കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി
നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുകയും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുകയും ചെയ്താൽ നമുക്ക് അവിടെ വാച്ച് ഓവർ ഇൻക്രീസ് ആവും. അതോടൊപ്പം നമുക്ക് സബ്സ്ക്രിപ്ഷന് കൂടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന യൂട്യൂബർ ആരാന്ന് നോക്കുക. അതായത് ഫേമസ് ആയിട്ട് നിൽക്കുന്ന യൂട്യൂബർ, അവരുടെ ഏറ്റവും നല്ല ടോപ്പായിട്ട് നിൽക്കുന്ന വീഡിയോയുടെ താഴെ പോയി നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള കമൻറ്റ്സ് ഇടുക. അതായത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നതും അവരതിന് താഴെ നമ്മുടെ കമൻറ്റിന് താഴെ കമൻറ്റ് ഇടണം എന്ന് ചിന്തിക്കുന്ന ടൈപ്പിൽ നമ്മൾ കമൻറ്റ് ഇടുക, നമ്മൾ കമൻറ്റ് പോസ്റ്റ് ചെയ്യുക. നമ്മളിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ കമൻറ്റ് സെക്ഷനിൽ മുകളിൽ നമ്മുടെ കമൻറ്റ് ടോപ്പ് ആവുകയും അതോടൊപ്പം അവരുടെ ലാക്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ടോപ്പിൽ നിൽക്കുന്ന നമ്മുടെ കമൻറ്റ് ചെക്ക് ചെയ്യുകയും നമ്മുടെ ചാനലിലേക്ക് കയറി വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല വ്യൂസിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു ബ്ലോഗറിൻ്റെയും കമൻറ്റിൻ്റെ താഴെയായിട്ട് അവർ ഓരോ കമൻറ്റ് ഇടുമ്പോഴും അവരുടെ സെയിം കമൻറ്റിൻ്റെ താഴെയായിട്ട് അണ്ടറിലായിട്ട് ഒരുപാട് പേര് സെപ്പറേറ്റ് കമൻറ്റ് ഇടുന്നുണ്ട്. 1K കമൻറ്റ് ഇടുന്നുണ്ട്, 2K കമൻറ്റ് ഇടുന്നുണ്ട്. അതായത് നമ്മുടെ കമൻറ്റിൻ്റെ താഴെയായിട്ട് അവർ കൊണ്ട് കമൻറ്റ് ഇടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 1K ആയാലും 2K ആയാലും നമ്മുടെ കമൻറ്റിന് താഴെ ഇത്രയും പേര് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു, നമ്മുടെ ചാനൽ വാച്ച് ചെയ്തു എന്നാണ് അർത്ഥം. അങ്ങനെ അവർ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുകയും നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഇഷ്ടമാകുകയും ചെയ്താൽ അവർ ഉറപ്പായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞൊരു 100 സബ്സ്ക്രൈബർ എങ്കിലും നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കമൻറ്റ് ഇടാൻ നോക്കുക, ആൾക്കാരുടെ ശ്രദ്ധയിൽ പെടണം എന്നുള്ള രീതിയിലുള്ള കമൻറ്റ് ഇടാൻ നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു ടോപ്പിക്കായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.